ഹലോ ആസ്പിരൻസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ നമുക്ക് DME ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇന്റർവ്യൂ പോയിന്റ്സ് നോക്കിയാലോ. ആരും ഇത് മിസ് ഔട്ട് ചെയ്യരുത്. കഴിഞ്ഞ പ്രീവിയസ് ടൈമിൽ ഇന്റർവ്യൂ ടൈമിൽ ചോദിച്ച ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ് ഇവിടെ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒരു സ്റ്റാഫ് നഴ്സ് ഇന്റർവ്യൂവിൽ ചോദിക്കുന്ന ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഇൻഫോർമേഷൻ ആണ് ഇതൊക്കെ. ഇന്ന് നമുക്ക് ഇൻഫെക്ഷൻ കൺട്രോൾ റിലേറ്റ് ചെയ്ത് കുറച്ച് പോയിന്റ്സ് നോക്കാം. ഫസ്റ്റ് നമുക്ക് മെഡിക്കൽ അസെപ്സിസ് എന്താ നോക്കാം. മെഡിക്കൽ അസെപ്സിസ് എന്ന് പറഞ്ഞാൽ പ്രാക്ടീസ് ഓഫ് റെഡ്യൂസിങ് ദ നമ്പർ ഓഫ് മൈക്രോ ഓർഗാനിസംസ് ആൻഡ് പ്രിവെന്റിങ് ദെയർ സ്പ്രെഡ് ടു അവോയ്ഡ് ഇൻഫെക്ഷൻസ് എന്ന് വെച്ചാൽ ഇത് നമ്മുടെ എന്ന് പറഞ്ഞാൽ ഒരു പ്രാക്ടീസ് ആണ്. എന്ത് പ്രാക്ടീസ് ആണ്? ഈ പ്രാക്ടീസിലൂടെ നമുക്ക് മൈക്രോ ഓർഗാനിസത്തിന്റെ നമ്പറിനെ മാത്രമാണ് നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ കഴിയുന്നത്. ആ ഒരു പ്രാക്ടീസിനെ പറയുന്ന പേരാണ് മെഡിക്കൽ അസെപ്സിസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് സർജിക്കൽ അസെപ്സിസ്, ഓൾസോ കോൾഡ് സ്റ്റെറൈൽ ടെക്നിക് and set of practice used to eliminate all microorganism including spore. ഇവിടെ നോക്കിയേ, ഇവിടെ മെഡിക്കൽ അസെപ്സിസിൽ ഓർഗാനിസത്തിന്റെ നമ്പറിനെയാണ് കുറയ്ക്കുന്നതെങ്കിൽ ഇവിടെ ആ ഒരു ഓർഗാനിസത്തിന്റെ കംപ്ലീറ്റ് സ്പോറിനെയും കൂടി കില്ല് ചെയ്യുന്നുണ്ട്. അതാണ് മെഡിക്കൽ അസെപ്സിസിൽ നിന്നും സർജിക്കൽ അസെപ്സിസിനുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. നിങ്ങൾ എപ്പോഴും കൺസെപ്റ്റ് മനസ്സിലാക്കി വെച്ച് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇന്റർവ്യൂവിന് എളുപ്പത്തിൽ ആൻസർ ചെയ്യാൻ കഴിയും. നോക്കി അടുത്ത നമുക്ക് ഹാൻഡ് ഹൈജീൻ റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് പോയിന്റ്സ് നോക്കാം. ഒന്നാമത്തത് ഡ്യൂറേഷൻസ് ഒക്കെ വെരി ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ആൽക്കഹോൾ ബേസ്ഡ് ഹാൻഡ് റബ്, അതിന്റെ ഡ്യൂറേഷൻ എത്രയാണ്? 20 to 30 seconds ആണ്. നെക്സ്റ്റ് സോപ്പ് ബേസ്ഡ് ഹാൻഡ് വാഷിങ്ങിന്റെ ഡ്യൂറേഷൻ എത്രയാണ്? 40 to 60 seconds ആണ്. അപ്പൊ ഇതൊക്കെ ബേസിക് ആയിട്ടുള്ള ഇൻഫെക്ഷൻ കൺട്രോൾ റിലേറ്റ് ചെയ്ത പോയിന്റ്സ് ആണ്. അപ്പൊ ആരും ഇതിന് ആൻസർ പറയാതിരിക്കരുത്. നെക്സ്റ്റ് നോക്കിയേ, സർജിക്കൽ ഹാൻഡ് വാഷിംഗ് ഡ്യൂറേഷൻ എത്രയാണ്? 2 to 5 minutes. അപ്പോൾ ഇനി പറയാൻ പോകുന്ന പോയിന്റ്സ് ഇമ്പോർട്ടന്റ് ആണ്. ഹാൻഡ് വാഷിംഗ് വിത്ത് സോപ്പ് ആൻഡ് വാട്ടർ ഈസ് മോർ എഫക്റ്റീവ് അഗൈൻസ്റ്റ് സ്പോർ ഫോമിംഗ് ഓർഗാനിസംസ് ലൈക്ക് സി ഡിഫിസിലെ ആൻഡ് നോറോ വൈറസ്, വൈൽ ഹാൻഡ് സാനിറ്റൈസേഴ്സ് ഹാവ് നോ എഫക്ട്. ഇവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇവിടെ ചില ഓർഗാനിസത്തിന്റെ സ്പോറിനെ എലിമിനേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഹാൻഡ് സാനിറ്റൈസേഴ്സ് എഫക്ട് ചെയ്യില്ല. അവിടെ നിങ്ങൾ എന്ത് ചെയ്യണം? അവിടെ സോപ്പ് ആൻഡ് വാട്ടർ ഹാൻഡ് വാഷിംഗ് കൊണ്ട് മാത്രമേ അതിന്റെ സ്പോർസിനെ കില്ല് ചെയ്യാൻ പറ്റുള്ളൂ. അതിനുള്ള ഓർഗാനിസത്തിനുള്ള എക്സാമ്പിൾ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാം ക്ലോസ്ട്രീഡിയം ഡെഫിസിലെ അല്ലെങ്കിൽ വേറൊരു ഓർഗാനിസ് ആണ് നോറോ വൈറസ്. എല്ലാവരും ഇതൊന്ന് ഓർത്തിരിക്കുക. നെക്സ്റ്റ് നോക്കിയ anti-HBs ലെവൽ എത്രയാണ്? മോർ ദാൻ ഓർ ഈക്വൽ ടു 10 മില്ലി ഇന്റർനാഷണൽ യൂണിറ്റ് പെർ ML ആണ് നമ്മൾ anti-HBs ലെവൽ നോർമൽ എന്ന് പറയുന്നത്. എന്താണ് anti-HBs എന്ന് പറഞ്ഞാൽ? ദ എമൗണ്ട് ഓഫ് ഹെപ്പറ്റൈറ്റിസ് ബി സർഫസ് ആന്റിബോഡി ഇൻ ദ ബ്ലഡിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? anti-HBs എന്ന് പറയുന്നത്. സിംപ്ലി പറഞ്ഞാൽ എന്താ? ഇമ്മ്യൂണിറ്റി അഗൈൻസ്റ്റ് ഹെപ്പറ്റൈറ്റിസ് ബി. നോർമൽ വാല്യൂ എത്രയാണ്? 10 അതിന് മുകളിലോ ആണെങ്കിൽ പേഴ്സണ് ഇമ്മ്യൂൺ ആണെന്ന് പറയാം. നെക്സ്റ്റ് നോക്കിയേ, ബ്രസ്റ്റ് മിൽക്ക് കണ്ടെയ്ൻ ഇമ്മ്യൂണോഗ്ലോബുലിന്. ബ്രസ്റ്റ് മിൽക്കിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന ഇമ്മ്യൂണോഗ്ലോബുലിൻ ഏതാണ്? IgA ആണ് അല്ലെ. നെക്സ്റ്റ് ആന്റിബോഡീസ് ദാറ്റ് ക്രോസ് പ്ലാസന്റ, അതേതാണ്? IgG ആണ് പ്ലാസന്റ ക്രോസ് ചെയ്യുന്ന ആന്റിബോഡി. നെക്സ്റ്റ് നോക്കിയാൽ നീഡിൽ സ്റ്റിക്ക് ഇഞ്ചുറി അല്ലെ. ഇൻഫെക്ഷൻ കൺട്രോളിന്റെ ആസ്പെക്ട് നോക്കിയാൽ നമുക്ക് ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു ടോപ്പിക്കാണ് നീഡിൽ സ്റ്റിക്ക് ഇഞ്ചുറി എന്ന് പറയുന്നത് അല്ലെ. അതിന്റെ മാനേജ്മെന്റ്, ഒരു നീഡിൽ സ്റ്റിക്ക് ഇഞ്ചുറി വന്നാൽ ഇമ്മീഡിയറ്റ് മാനേജ്മെന്റ് എന്തൊക്കെയാണെന്നുള്ള പോയിന്റ്സ് നിങ്ങൾ എന്ത് ചെയ്യണം? ഒന്ന് റീഡ് ചെയ്തിട്ട് പോകണം. ഒന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ വാഷ് ദ വൂണ്ട് വിത്ത് സോപ്പ് ആൻഡ് വാട്ടർ. നെക്സ്റ്റ് എൻകറേജ് ബ്ലീഡിങ്, സോ ഡു നോട്ട് സ്ക്യൂസ് ദാറ്റ് ഏരിയ, ഡു നോട്ട് സ്ക്യൂസ് ആൻഡ് ഇമ്മീഡിയറ്റ്ലി റിപ്പോർട്ട് ദ ഇൻസിഡന്റ്. Then risk assessment for HIV, HBV, HCG. Then post prophylaxis for HIV if indicated. Okay. Then follow up testing for HIV, HBV and HCG. ഇത്രയും ടോപ്പിക് എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. ഇനിയും കുറച്ചുകൂടി ആസ്പെക്റ്റിൽ ഇൻഫെക്ഷൻ കൺട്രോളിന്റെ ആസ്പെക്ട് ഇന്റർവ്യൂവിന് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവരും ഇന്റർവ്യൂവിന് മുന്നേ ഈ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് റീഡ് ചെയ്തിട്ട് പോവാ. ഇന്റർവ്യൂവിന് നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് ബേസ് ചെയ്ത് ഒരുപാട് ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് ഏതാന്ന് ഈ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുകയാണെങ്കിൽ അടുത്ത വീഡിയോയിൽ അതുമായി ബന്ധപ്പെട്ട ടിപ്സുമായിട്ട് നമുക്ക് കാണാം. എല്ലാവരും ഈ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്